ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CHSL 2024 ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാത്സിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കായിട്ടുള്ള ഏജസും പാർട്ട്ണർഷിപ്പിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഒരു ചെറിയ സെഷനിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഈ ചെറിയ സെഷനിൽ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് വലിയ പ്രോബ്ലം വന്നാലും വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സ്പീഡ് കൂടുതലാണ്, മനസ്സിലാവുന്നില്ല എന്ന് തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ആ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം പലതാണ്. ഒന്നാമത്തത്, നിങ്ങൾക്ക് SSC എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും അതുപോലെ എങ്ങനെ അതിനൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന ഇപ്പോൾ CHSL തന്നെ ക്രാഷ് കോഴ്സിൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും. എല്ലാ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും. അവിടെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ നിന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ആ പോർഷൻ നമ്മൾ കവർ ചെയ്യില്ല. മറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനും പറ്റും. അവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലുമാണ്. ഇപ്പോൾ ബേസിക് ക്ലാസ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. SSC GD 2022 ഇതാണ് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ ചെന്ന്, ഞാൻ ഒരു ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്, യൂട്യൂബിൽ ചെന്ന് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുക. SSC GD 2022 പ്ലേലിസ്റ്റ് നിന്ന് സെർച്ച് ചെയ്താലും മതി. ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിൽ നിന്നും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ, അതിലൊരു 17 മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് തുടങ്ങുന്നത് സ്ക്വയർ ആൻഡ് ക്യൂബ് വെച്ച് നിങ്ങൾ ആ 17 ക്ലാസ് ഒന്ന് മനസ്സ് ഇരുത്തി സ്പീഡ് കുറച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കുന്നവർക്ക് കുറയ്ക്കാം, അങ്ങനെ ഒന്ന് നോട്ട് എഴുതി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും മനസ്സിലാവുകയും ചെയ്യും, എല്ലാ ക്ലാസ്സിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ് കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, സ്ലോ ആയിട്ട് വേണ്ട, അവർക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മതി. സ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നും വിടാതിരിക്കുകയല്ല, ഒന്നും പറയാം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നും വിടാതെ ആയിരിക്കും പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും അതിൽ കാണും, സ്പീഡിൽ പറഞ്ഞാലും, പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യാം, മാക്സിമം 20 ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. നമ്മുടെ എക്സാം മെത്തേഡ് വീണ്ടും എന്ത് ചെയ്യാം തിരിച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കേരളത്തിൽ എവിടെയും കിട്ടാത്തത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത്, ഇപ്പോൾ ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഈ ഒരു ആപ്ലിക്കേഷനിലെ ഫൗണ്ടേഷൻ മാത്സിൻ്റെ കാര്യം പറയാം, ഫൗണ്ടേഷൻ ബാച്ചും പിന്നെ CGL 2024 വേണ്ടി ഞാനൊരു മാത്സിൻ്റെ ബാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ബാച്ചുകൾ നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയും പോകണ്ട, വേറെ ഒരു ഹിന്ദി ചാനലോ ഒരു സ്ഥലത്തോ പോകണ്ട. 100% മാർക്ക് ഞാൻ ഉറപ്പ് തരാം. അതെന്ത് വേണം, ഇത് നന്നായിട്ട് പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഓരോ സബ്ജക്റ്റുകളും ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് അതെടുത്ത് ഓരോന്നിൻ്റെ ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് നാളായിട്ട് പറയുന്നില്ലായിരുന്നു. ഈ ഫൗണ്ടേഷൻ ബാച്ചും CGL 2024 ഞാൻ മാത്സിൻ്റെ കാര്യമാണ്, ഞാൻ മാത്സ് എടുക്കുന്നതുകൊണ്ട് മാത്സിൻ്റെ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് 100% മാർക്ക്. നിങ്ങളത് ആ CGL ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയും പോയി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു ക്ലാസ്സുകളും പഠിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഓർഡർ ആയിട്ട് അത്രയ്ക്ക് നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് ഈ രണ്ടും ഫൗണ്ടേഷൻ പ്ലസ് CGL 2024 അത് നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓഫ്ലൈൻ ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ CHSLൻ്റെ ഇതേപോലുള്ള നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു ചാപ്റ്റർ തന്നെ 2-3 മണിക്കൂർ പഠിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും കിട്ടുന്ന രീതിയിൽ ഉള്ള കോഴ്സാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണം എന്നുള്ളവർക്ക് ഇത് ജോയിൻ ചെയ്ത് പഠിച്ച് സെറ്റ് ആവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു സീരീസിൽ ആദ്യം എളുപ്പമുള്ള വഴിയും രണ്ടാമത് ബേസിക് ആയിട്ടുള്ള വഴി അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പോവാം, അതായിരിക്കും നല്ലത്. കമല ഗോട്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കമല ഗോട്ട് മാരീഡ് 6 years ago ആൻഡ് ഹെർ പെർസെൻറ്റേജ് ഈസ് 1/4 times her age at the time of her marriage. Age of her son is 10% of her percentage. What is her son's age? അപ്പോൾ ഇവിടെ 1/4 കാണുമ്പോൾ തന്നെ 5/4 ആണ്. 5/4
ഓഫ് ഹെർ ഏജ് അറ്റ് ദ ടൈം ഓഫ് ഹെർ മാരേജ്. ഇപ്പോൾ മാരേജിൻ്റെ സമയത്ത് അയാളുടെ 6 years ago ആണ്. പ്രസൻറ്റ് ഏജ് ഈസ് ഇത്രയും ടൈംസ് ഹെർ ഏജ് അറ്റ് ദ ടൈം ഓഫ് ഹെർ മാരേജ്. അപ്പോൾ അവളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജും ടൈം ഓഫ് മാരേജിലെ ഏജും. അപ്പോൾ 4 മാരേജിൻ്റെ സമയത്ത് ഏജെങ്കിൽ പ്രസൻറ്റ് ഏജ് എന്താണ് 1/4 ടൈംസ് ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 5/, ഇവിടെ എന്തോ ഒരു പ്രശ്നമാണ്, 5/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 5/4 ആണ്. അപ്പം മാരേജിൻ്റെ സമയത്ത് 4 വയസ്സാണെങ്കിൽ 4 യൂണിറ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ഏജ് എത്രയാണ് 5 യൂണിറ്റ് ആണ്. അപ്പോൾ അവൾ എത്ര വർഷം മുമ്പാണ് മാരി ചെയ്തത്? 6 വർഷം മുന്നേ. അതായത് ഈ ഡിഫറൻസ് അല്ലേ അവർ ആ ഒരു മാരേജ് നടന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 5 യൂണിറ്റ് വയസ്സുണ്ടെങ്കിൽ മാരേജ് നടന്ന സമയത്ത് 4 യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് നമുക്ക് ഒറിജിനൽ തന്നിരിക്കുന്നത്? 6 വയസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 6 30 വയസ്സാണ്. അതായത് അവർക്കിപ്പോൾ 30 വയസ്സുണ്ട്. സണ്ണിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 10% പെർസെൻറ്റേജ് ആണ്. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10% എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, 3 വയസ്സ്. അപ്പം നമ്മുടെ ഈ ഒരു ഏജ് പ്രോബ്ലം അതേപോലെ പാർട്ട്ണർഷിപ്പ് ഇത് രണ്ടും എന്താണ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷണലിൻ്റെ പാർട്ടാണ്. റേഷ്യോ എന്ന ചാപ്റ്ററിൻ്റെ സബ് പാർട്ടാണ്, ബാക്കിയുള്ള പാർട്ടാണ് നമ്മുടെ ഈ ഏജസും പാർട്ട്ണർഷിപ്പും. അപ്പോൾ അതിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു കൺസെപ്റ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏജിൻ്റെ കേസിൽ രണ്ടാൾക്കാരുടെ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഏജിൻ്റെ ഡിഫറൻസ് 3 വയസ്സെന്ന് പറഞ്ഞാൽ അതിന് 50 വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ ഏജിൻ്റെ ഡിഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? 3 വയസ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ രണ്ടുപേരുടെ ഏജിൻ്റെ ഡിഫറൻസ് എന്താവത്തില്ല? ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അതാണ് ഏജിൻ്റെ കൺസെപ്റ്റ്. ബാക്കിയെല്ലാം നമ്മുടെ റേഷ്യോ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ എന്താ? പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുവാണ്. 2-3 പേര് എന്ത് ചെയ്യുവാണ്? അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആയിരിക്കും. അതായത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ എത്ര സമയത്തേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിനെ സൂചിപ്പിക്കും. അതായത് പ്രോഫിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ 2 കൺസെപ്റ്റും വെച്ചിട്ട് ബാക്കി നമ്മുടെ സ്പീഡാണ്, കാൽക്കുലേഷൻ സ്പീഡാണ്. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാത്തവർക്ക് അത് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, കൺസെപ്റ്റ് പറഞ്ഞു. റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ്, അപ്പോൾ ആ ഒരു ബേസിക് ക്ലാസ് കണ്ടാൽ അതിനകത്ത് എല്ലാ കൺസെപ്റ്റും ഉണ്ട്. റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ABC വന്നിട്ടുണ്ട്. 5 വർഷം മുമ്പുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. ദ സം ഓഫ് ദർ പ്രസന്റ് ഏജ് വന്നിട്ടുണ്ട് 135. വാട്ട് വിൽ ബി ദ സം ഓഫ് ഏജസ് ഓഫ് B ആൻഡ് C 3 years ഫ്രം നൗ? ഇതൊക്കെ വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും സിയുടെയും റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് 5 വർഷം മുന്നത്തെയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 4, 5, 9, 7, 16. അപ്പോൾ 16 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വയസ്സ് മുമ്പുള്ള, 5 വർഷം മുമ്പുള്ളതാണ്. ഇവരുടെ ഇപ്പോഴത്തെ പെർസെൻറ്റേജ് എത്രയാണ്? 135 ആണ്. അപ്പോൾ ഈ 16 യൂണിറ്റിന്റെ വാല്യൂ 135 ആണോ? അല്ല. എന്തുകൊണ്ടല്ലെന്ന് പറഞ്ഞത്? പെർസെൻറ്റേജ് ആണ് 135 സം. അപ്പം 5 വയസ്സ് മുമ്പ് എവനും 5 വയസ്സ് കുറവായിരുന്നു, എവനും 5 വയസ്സ് കുറവായിരുന്നു, എവനും 5 വയസ്സ് കുറവായിരുന്നു. അതായത് ടോട്ടലിൽ നിന്നും ഇപ്പോഴത്തുള്ള വയസ്സിനേക്കാളും 15 വയസ്സ്, 5 × 3 15 വയസ്സ് കുറവായിരുന്നു അന്ന് അവർക്ക് അവരുടെ ടോട്ടൽ വയസ്സ്. അപ്പോൾ 135 നിന്നും 15 കുറച്ചാൽ 120 വയസ്സായിരുന്നു അവരുടെ 5 വർഷം മുന്നുള്ള ടോട്ടൽ സം. അതിനെയാണ് നമ്മൾ 16 യൂണിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? വാട്ട് വിൽ ബി ദ സം ഓഫ് ഏജസ് ഓഫ് B ആൻഡ് C 3 years ഫ്രം നൗ? ഇപ്പം നോക്കിയിട്ട് ഇവിടെ നിന്നും 3 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ് വേണ്ടത്. അപ്പോൾ ബിയുടെയും സിയുടെയും 5 വർഷത്തെ മുമ്പുള്ള വയസ്സ് എത്ര യൂണിറ്റാ? 5ഉം ഇത് ബിയും ഇത് സിയും ആണ്. അപ്പോൾ 5, 7, 12 യൂണിറ്റ്. ഈ 12 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷം മുന്നുള്ളതാണ്. 5 വർഷം മുന്നുള്ള ബിയുടെയും സിയുടെയും സമ്മാണ്. അത് എത്ര കിട്ടും നമുക്ക്? 4 വെച്ചിട്ട് ഇത് 3, ഇത് 4, ഇത് നമുക്ക് 30, 30 × 3 90 കിട്ടും. 90 ആണോ ആൻസർ? അല്ല. 90 എന്ന് പറഞ്ഞാൽ ബിയുടെയും സിയുടെയും 5 വർഷം മുന്നേ ഉള്ള വയസ്സാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കും? 2 പേർ കൂടെ ബിക്കും 5 വയസ്സ് കൂടും, സിക്കും 5 വയസ്സ് കൂടും. അങ്ങനെ 100 വയസ്സാണ് ഇപ്പോഴത്തെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ എന്താവും? ബിക്കും 3 വയസ്സ് കൂടും, സിക്കും 3 വയസ്സ് കൂടും. അപ്പോൾ ടോട്ടൽ സം എത്ര ആവും? ഇതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടി 106 കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഞാൻ അധികം ഷോർട്ടിലോട്ടൊന്നും പോകുന്നില്ല. ഇത് തന്നെ ഷോർട്ട് കട്ടാക്കി എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ അധികം അത് ചെയ്യുന്നില്ല. എനിക്ക് അതിലും സ്പീഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനത്രയും കുഴപ്പമില്ല. A is 6 years older than B. 10 വർഷം മുമ്പ് ബിയുടെ ഏജ് വാസ് 3/4 ഓഫ് ഏജ്. അപ്പം എയും ഉണ്ട് ബിയും ഉണ്ട്. 3/4 എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ by4 ആണ്. അതായത് 3/4 എന്ന് പറഞ്ഞാൽ 3/4. 3/4 എന്ന് തരുന്നതിന് പകരം 3/4 തന്നിട്ടുണ്ട്. അപ്പോൾ 10 വർഷം മുന്നേ ബിയുടെ ഏജ് എന്താണ്? 3/4 ഓഫ് ഏജ്. അതായത് എയുടെ ഏജ് 4 ആണെങ്കിൽ അതിൻ്റെ 4ന്റെ 3/4. എത്ര? 3 ആണ് നമ്മുടെ
ബിയുടെ ഏജ്. ഇത് റേഷ്യോ എഴുതാണ്, റേഷ്യോ ചാപ്റ്ററാണ്. ഇത് എത്ര വർഷം മുന്നാണ്? 10 വർഷം മുന്നേ ആണ്. അപ്പോൾ 10 വർഷം മുന്നേ ആയാലും 1000 വർഷം മുന്നേ ആണെങ്കിലും ഇവരുടെ ഡിഫറൻസ് ഓഫ് ഏജ് എന്തായിരിക്കും? ഏജിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത് ഈ 6 വർഷം. അതായത് ഇവിടത്തുള്ള ഈ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 6 വയസ്സ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് എ. ഇപ്പോൾ എയുടെ 10 വർഷം മുന്നത്തുള്ള വയസ്സ് എത്ര ആയിരുന്നു? ഒരു യൂണിറ്റ് 6 വയസ്സാകുമ്പോൾ, ഒരു യൂണിറ്റല്ലേ ഇവിടെ കുറവുള്ളത്, ഒരു യൂണിറ്റ് 6 വയസ്സാകുമ്പോൾ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 × 4 24 വയസ്സ്. 24 വയസ്സായിരുന്നു എക്ക് 10 വർഷം മുന്നുള്ളത്. പ്രസന്റ് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 24ൻ്റെ കൂടെ ഇപ്പോൾ 10 വർഷം കൂടി 34 വയസ്സാണ് ആർക്കുള്ളത്? 34 വയസ്സാണ് എക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസന്റ് ഏജ് ഓഫ് രണ്ടുപേരുടെ 6:5 ആണ്. ആഫ്റ്റർ 15 ഇയേഴ്സ് ദ റേഷ്യോ വിൽ ബി ഇത്രയാണ്. മീരയുടെ ഏജ് എന്താണ്? അപ്പോൾ 6 5 വരുന്നു റേഷ്യോ. 9:8 ആയി എപ്പോൾ? 15 വർഷം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ. ഇത് പ്രസന്റ് ആണ്, ഇത് പ്ലസ് 15 ഇയേഴ്സ് ആണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണ്? നമ്മളിവരുടെ ഏജ് ഡിഫറൻസ് സെയിം ആക്കണം. ഇപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ്, ഇവിടെ ഒരു യൂണിറ്റ്. ഇപ്പോൾ യൂണിറ്റിൽ എന്താണ്? അവരുടെ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ യൂണിറ്റിൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം നമ്മുടെ കൺസെപ്റ്റ്. അതായത് റേഷ്യോ എത്ര കൂടിയത്? 6-ൽ നിന്നും. ആരുടെ വയസ്സാണ് വേണ്ടുന്നത്? രണ്ടാമത്തെ ആൾ. ഇത് MYRAയും ഇത് MEERAയും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുമ്പോൾ ആരുടെ വയസ്സാണ് വേണ്ടുന്നത്? 5 യൂണിറ്റിൻ്റെ വയസ്സാണ് വേണ്ടത്. 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇപ്പോൾ 3 യൂണിറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 6-ൽ നിന്നും 9-ലോട്ട് പോകാൻ വേണ്ടി 3 യൂണിറ്റാണ് കൂടുന്നത്. അപ്പോൾ 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര വയസ്സ്? ഇവിടെ നിന്ന് ഒറിജിനൽ വയസ്സിലോട്ട് പോകുമ്പോൾ എത്ര? പ്രസന്റിൽ നിന്നും 15 വർഷം കഴിഞ്ഞിട്ട്. അത് 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 15. നമുക്ക് എത്ര വാല്യൂ വേണം? 5 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. 3 15 5 5 25 വയസ്സ്. 25 വയസ്സാണ് ഇപ്പോൾ ആർക്ക്? മീരയ്ക്ക് ഉള്ളത്. ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ്റെ പാർട്ടാണ്. 6 വർഷം മുന്നേ റേഷ്യോ ഓഫ് ഏജ് ഓഫ് രാധയും രാമും എത്രയായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഏജ് ഓഫ് രാധ ആൻഡ് രാമ ആൻഡ് രാധ 6 ഇയേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഡിഫറൻസ് വരുന്നത്. അതാണ് 6. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒറിജിനൽ വയസ്സ് 10ഉം ഇത് 16. ഇതാണ് എത്ര വർഷം മുന്നുള്ള? 6 വർഷം മുന്നുള്ള. ശ്രദ്ധിച്ചോണം, 6 വർഷം മുന്നുള്ള. അത് കഴിഞ്ഞു. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജ് വിൽ ബിക്കം? 13:16. നമുക്ക് എന്ത് വേണം? 13:16 ആവണം. എത്ര വർഷം കഴിഞ്ഞ്? അപ്പോൾ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ, എൻ്റെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഇത് അടിപൊളിയായിട്ട് ചെയ്യും. നോക്കുക എങ്ങനെ. ഇവിടെ ഡിഫറൻസ് എത്ര വരുന്നത്? ഇവിടെ 10ഉം 16ഉം തമ്മിൽ 6 ഡിഫറൻസ് അല്ലേ? 10ഉം 16ഉം. ഓക്കെ, ഇവിടെ ഇത് ഒറിജിനൽ വയസ്സാണ്. ഒറിജിനൽ വയസ്സിലോട്ട് പോകണോ? ഒറിജിനൽ വയസ്സിലോട്ട് പോയാൽ അതായിരിക്കും. ഞാൻ ആദ്യമേ ഒറിജിനൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിനലിലോട്ട് അങ്ങ് പോകാം. അപ്പോൾ ആ ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ഈസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒറിജിനൽ വയസ്സ്, 6 വർഷം മുമ്പുള്ള വയസ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ഓപ്ഷൻ വഴി ചെയ്യുന്നതായിരിക്കും അല്ലേ കുറച്ചുകൂടെ എളുപ്പം? 6 വർഷം മുന്നേ. അതെ, ഇതിപ്പോൾ ഒറിജിനൽ വയസ്സല്ലേ? ഓപ്ഷൻ വഴി ചെയ്യാം. ഓപ്ഷൻ വഴി ചെയ്യുമ്പോൾ എന്ത് വേണം? ഇവിടെ 13ൻ്റെ മൾട്ടിപ്പിൾ വേണം. 13 അല്ല, ഇപ്പോഴത്തെ വയസ്സ്, പ്രസന്റ് വയസ്സ് എടുക്കാമേ. പ്രസന്റ് വയസ്സ് എത്ര കിട്ടും? 6 കൂട്ടി 16ഉം 6 കൂട്ടി 22, 16 22ഉം. ഇനി എത്ര വർഷം കഴിഞ്ഞാണ് റേഷ്യോ ഇങ്ങനെ ആവുന്നത്? അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്ക്, 13 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിളാ? 13 എന്ന് പറഞ്ഞാൽ ആൻസർ 13ൻ്റെ മൾട്ടിപ്പിളാണ്. ഇപ്പോൾ 16നെ എങ്ങനെ നമുക്ക് 13 ആക്കും? ഓപ്ഷൻ നോക്ക്. 16 10 കൂട്ടിയാൽ പോരെ? 9 കൂട്ടുമ്പോൾ 25, 12 കൂട്ടുമ്പോൾ 28, 7 കൂട്ടുമ്പോൾ 23, 10 ഒന്ന് കൂട്ടി നോക്ക്. 10 കൂട്ടുമ്പോൾ 26 കിട്ടും. 10 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് പ്രസന്റ് ആണ്. 10 വയസ്സ് 32 കിട്ടും. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13:16 കിട്ടി. നമ്മുടെ ആൻസർ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ് വഴി? ഓപ്ഷൻ വഴി ചെയ്യുന്നതാണ്. ഓപ്ഷൻ വഴി ഈസി ആയിട്ട് ചെയ്യാം. കാര്യം 6 വർഷം മുന്നേ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ വഴി വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ആ പഠിച്ച കാര്യം കൊണ്ട് നമ്മൾ അവരുടെ ഒറിജിനൽ വയസ്സ് 10 16 എടുത്തു. 10 16 ഒറിജിനൽ വയസ്സ്. ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് 16 22 എടുക്കാം. പിന്നെ ഓപ്ഷനിലുള്ള ഏത് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എന്ത് വരും? ഇവരുടെ ഏജിൻ്റെ റേഷ്യോ 13:16 വരും എന്ന് നോക്കിയാൽ മാത്രം മതി. ശ്രദ്ധിച്ചോണം, രാമിൻ്റെ രാധയുടെ തന്നെ, രാധ രാമാണ്. ശ്രദ്ധിച്ചോണം, ദേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധയുടെ രാമിൻ്റെ റേഷ്യോ മതി. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 10 വർഷം കഴിഞ്ഞ് ഇവരുടെ വയസ്സ് ഈ റേഷ്യോയിലാവും. വേറെ വഴിയുണ്ട്, പക്ഷേ ബെസ്റ്റ് വഴി ഏതാണ്? ഓപ്ഷൻ വഴിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കിയാലും മതി, മലയാളത്തിൽ ഇത്രയും കൂടുതൽ മാത്സ് ക്ലാസ് തന്നിട്ടുള്ള ഒരു ചാനലും വേറെ കാണത്തില്ല. ഓക്കെ, അതും ക്വാളിറ്റി ക്ലാസ്സുകൾ. നമുക്കങ്ങനെ ബേസിക് ക്ലാസ് മാത്രമല്ല തരുന്നത്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ്. റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഇത് ഇത്രയാണ്. പ്രസന്റ് ഏജസ് ഓഫ് ബി ആൻഡ് സി ഇതാണ്. അപ്പോൾ എ ബി സിയുടെ എന്ത് കണ്ടുപിടിക്കാം? റേഷ്യോ കണ്ടുപിടിക്കാം. ഇവിടെ ബിക്ക് എത്രയാണ്? 8 ആണ്. ഇവിടെ ബിക്ക് 2 ആണ്. രണ്ടിനെ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? 8 ചെയ്യണം. 8 ആക്കണം. അതിനിവിടെ 4 കൊണ്ട് ഗുണിക്കണം. ഇതെല്ലാം റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എക്ക് 7 യൂണിറ്റ് ആണെങ്കിൽ ബിക്ക് എത്രയാണ്? 8 യൂണിറ്റ് ആണ്. ഇവിടെ ബിക്ക് 8 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 4 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ റേഷ്യോ എന്തായി? 8 റേഷ്യോ ഇവിടെ 4 ആയി. ഓക്കെ, 8 പോലെ തന്നെ എഴുതി. ഇവിടെ 4 ആയി. 7:8:4 ഇവരുടെ റേഷ്യോ. ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് ഓഫ് എ ആൻഡ് സി. ഇതാണ് ഡിഫറൻസ്. 3 യൂണിറ്റ് ആണ് ഡിഫറൻസ്. 7ൻ്റെ 4ൻ്റെയും അതാണ് 9 വയസ്സ്. വാട്ട് ഈസ് ആവറേജ് ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് എ ബി സി. ഇപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം വേണ്ടേ? സം ബൈ നമ്പർ അല്ലേ? അപ്പോൾ 8 7 15 4 19. അപ്പോൾ 3ൻ്റെ വാല്യൂ ആണ് 9.
മൂന്നിൻ്റെ വാല്യൂ ആണ് 9 എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത് 3 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. ഇപ്പോൾ 19 വാല്യൂ 19 ഗുണം 3 57, അതായത് 57 ആണ് അവരുടെ. ഓക്കെ, ഇപ്പോൾ 19 തന്നെ ആയിരിക്കും ആൻസർ. 3 പേരുടെ അല്ലേ, 19 ഗുണം 3 ആണ് 57. 57 എന്ന് പറഞ്ഞാൽ അവരുടെ 3 പേരുടെ കൂടെ ടോട്ടൽ സമ്മാണ്. നമുക്ക് ചോദിക്കുന്നത് എന്താ, ആവറേജ് ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് ABC. അപ്പോൾ 3 പേരുടെ ആവറേജ് വേണം. അപ്പോൾ 57/3 19 ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നോക്കി തന്നെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റേഷ്യോ ഓഫ് ഏജസ് തന്നിട്ടുണ്ട്, നരേനും സിസ്റ്ററും. 4 years കഴിഞ്ഞിട്ട് റേഷ്യോ തന്നിട്ടുണ്ട് 5:3 പെർസെൻറ്റേജ് ഓഫ് സിസ്റ്റർ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണ്ടേ, ഡിഫറൻസ് സെയിം ആക്കണം. ഇവിടെ 7 4 നമ്മളുടെ ഡിഫറൻസ് 3 ആണ്. ഇവിടെ 5 3 ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 7 4 5 3 ഇവിടെ 2 ആണ് ഡിഫറൻസ്, ഇവിടെ 3 ആണ് ഡിഫറൻസ്. 2 ഈക്വൽ ആക്കാൻ വേണ്ടി മേളിൽ 2 കൊണ്ട് ഗുണിക്കാം. മേളിൽ 2 ഇവിടുത്തെ ഡിഫറൻസ് കൊണ്ട് ഇവിടെ ഗുണിക്കും. അപ്പോൾ 14/8 എന്ന് കിട്ടും. താഴെ 3 കൊണ്ട് ഗുണിക്കാം. 15/9 എന്ന് കിട്ടും. ഇപ്പോൾ എന്താ ഡിഫറൻസ്, ഇവിടെ 6 യൂണിറ്റ്, ഇവിടെ 6 യൂണിറ്റ്. ഇത് എത്രപ്പോഴാണ്, ഇത് പ്രസന്റ് ആണ്, ഇത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോയിലുള്ള വാല്യൂവും നമ്മുടെ ഇയറിലുള്ള വാല്യൂവും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ എത്ര കൂടുന്നത്, 1 യൂണിറ്റ് ആണ് കൂടുന്നത്. 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എത്ര കൂടിയത്, ഇവിടെ റേഷ്യോയിൽ 1 യൂണിറ്റ് കൂടിയപ്പോൾ ഇവിടെ എത്ര യൂണിറ്റാണ് കൂടിയത്, 4 വയസ്സാണ് കൂടിയത്, 4 years ആണ് കൂടിയത്. പെർസെൻറ്റേജ് ഓഫ് സിസ്റ്റർ, 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 യൂണിറ്റ് ആണ്. 8 യൂണിറ്റ് വാല്യൂ ഇനി ഇതാ നോക്കണ്ട കേട്ടോ, 8 യൂണിറ്റ് വാല്യൂ എത്ര കിട്ടും, 32 വയസ്സെന്ന് കിട്ടും. അപ്പോൾ സിസ്റ്ററിന് എത്ര വയസ്സുണ്ട്, 32 വയസ്സ്. ഓക്കെ, റേഷ്യോ ഓഫ് സോനു മോനു 12 വയസ്സ് വർഷം കഴിഞ്ഞിട്ട് റേഷ്യോ ഇത്രയായി. പെർസെൻറ്റേജ് ഓഫ് മോനു, ഇപ്പോൾ മോനു ഏതാണ്, 4ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ആണ് ഡിഫറൻസ്, ഇവിടെയും 1 ആണ് ഡിഫറൻസ്. 7 6 1 ഡിഫറൻസ് 1 ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഡിഫറൻസ് സെയിം ആയി. അപ്പോൾ 5 നിന്നും 6 5 നിന്നും 7 ആവാൻ വേണ്ടി എത്ര കൂടി, 2 കൂടി. ഇവിടെയും 4 നിന്നും 6 2 കൂടുന്നത്. അപ്പോൾ റേഷ്യോയിൽ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12. പ്രസൻറ്റിൽ നിന്നും 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത്, 12 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. അപ്പോൾ 2ന്റെ വാല്യൂ 12, 1ന്റെ വാല്യൂ 6 ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് മോനു എന്ന് പറഞ്ഞാൽ 4 × 6 24. അപ്പോൾ ഇനി പേന എടുക്കണ്ട. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻ അതേപോലത്തെ ചെയ്തു. ഇനി പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, ചെയ്യണം. അടുത്തത് 27 വയസ്സ്. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് 2 സിസ്റ്റേഴ്സ് ഇതാണ്. 10 years കഴിഞ്ഞിട്ട് their ഏജസ് ഇതാണ്. അവരുടെ റേഷ്യോ വേണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 1 ആണ്, ഇവിടെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ ഇനി എഴുതി 3:4 4:5 എന്നിട്ട് ഡിഫറൻസ് നോക്കാൻ നിൽക്കരുത്. ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതത്തില്ലേ നിങ്ങൾ. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട്, 10 വർഷം എന്ന് പറഞ്ഞാൽ റേഷ്യോ എത്ര കൂടുന്നത്, 3 നിന്നും 4 അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എത്ര വന്നിട്ടുള്ളത്, 10 വർഷം. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 വർഷം, 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40 വർഷം. ഓപ്ഷൻ എ എന്ത് ചെയ്യും, മാർക്ക് ചെയ്തിട്ട് പോകും. ഓക്കെ, നമ്മുടെ റേഷ്യോ തന്നെ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അമിത് ഈസ് നൗ 20 years old ആൻഡ് ലീല 4 years old. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ അമിത് ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് ലീല? ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്ഷൻ വഴി. ഇതൊക്കെ ഓപ്ഷനാണ്, ഇതൊക്കെ ഓപ്ഷൻ്റെ കളിയാണ്. ഇപ്പോൾ 20 4 8 വർഷം കഴിയുമ്പോൾ 28 12 28 12 ഇരട്ടിയല്ല, 2:1 അല്ല. അപ്പോൾ ഇതല്ല, 12 ആകുമ്പോൾ 32, 12 ആകുമ്പോൾ 16. അപ്പോൾ 32 16 എന്താണ്, 1:2 അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ 12 വയസ്സ് കൂടുമ്പോൾ ഇതെന്താവും, 32. 12 വയസ്സ് കൂടുമ്പോൾ 16. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും, 2:1 കിട്ടും. ഹൗ മെനി ഇയേഴ്സ് വിൽ അമിത് ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് ലീല എന്ന് പറഞ്ഞാൽ 12 വയസ്സ് കഴിഞ്ഞു. വേറെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഏജസിൻ്റെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. ഈ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പറയണം. അപ്പോൾ വളരെ കുറച്ച് പേരെ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോളോ ചെയ്യുന്നുള്ളൂ. 1000 താഴെ ആൾക്കാരാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്തവർക്ക് വേറെ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അവരെല്ലാവരും നല്ല രീതിയിൽ വളരെ സമയം കുറച്ച്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലുപരി സമയം കുറച്ച് എന്ത് ചെയ്യണം. സില്ലി മിസ്റ്റേക്ക് ഒഴിവാക്കി തന്നെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ തന്നെ വന്ന് പറയണം നമ്മൾ ചെയ്തത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നമ്മുടെ, ഓക്കെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അവിടെ എഴുതുമ്പോൾ പ്രശ്നമാണ്. അവിടെ എന്തോ സെർച്ച് ഓപ്ഷനാണ് അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് താഴോട്ട് എഴുതാം. പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു നമ്മുടെ ടൈം ആയിരിക്കും. ഇപ്പോൾ റാം ടേബിൾ എന്ത് ചെയ്യുന്നു, 8000 രൂപയുടെ 20% പ്രോഫിറ്റിന് വിൽക്കുന്നുണ്ട്. ശ്യാം ഫാന് 9000 രൂപയുടെ 10% പ്രോഫിറ്റിന് വിൽക്കുന്നുണ്ട്. രാം ഇൻവെസ്റ്റഡ് ഹീസ് സെല്ലിംഗ് എമൗണ്ട് ഫോർ 11 month. ശ്യാം ഇൻവെസ്റ്റഡ് സെല്ലിംഗ് എമൗണ്ട് ഫോർ 8 month. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8000 20%, 9600, 1600, 9600, 96, 9000 10%, 9900, 99, 96, 99, 11 ഇവിടെ വരും. ഇപ്പോൾ 9, 12, 8 ഇവിടെ വരും. 12 × 8 12, 12 9 റേഷ്യോ എടുക്കും 4 3.
ഓപ്ഷൻസ് ബി എന്ത് ചെയ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രേ എഴുതത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഇത് പറയുന്നതായിരിക്കും എനിക്കും കംഫർട്ടബിൾ. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രേ ചെയ്യത്തുള്ളൂ. ഇതിന് ഈ ഒരു 2 ലൈനേ ഞാൻ എഴുതത്തുള്ളൂ. എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇനി എഴുതുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ വരുന്നത്, 8000 20% പ്രോഫിറ്റ്. ഇപ്പോൾ 8000 രൂപയുടെ സാധനം 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% 800 20% 1600 ഇത് 9600 അപ്പോൾ 9600 ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഞാൻ എഴുതിയതും ബാക്കിയുള്ളവർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇത് എത്ര മാസത്തേക്ക് ഇട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 9600 എത്ര മാസത്തേക്ക് ഇട്ടെ, ഇപ്പം 11 മാസത്തേക്ക് ഇട്ടെ. റേഷ്യോ മറ്റവൻ 9000 രൂപയ്ക്ക് 10% പ്രോഫിറ്റ്, 9000 10% 900 അപ്പോൾ 9900. അപ്പോൾ എത്രത്തോളം നമുക്ക് എഴുതേണ്ടി വരുന്നു നോക്ക്. എത്ര മാസത്തേക്ക്, 8 മാസത്തേക്ക്. ഇനി 20 വെട്ടി 20 വെട്ടി, അതാണ് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തത്, 20 വെട്ടി പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ 11 എന്ത് ചെയ്യും, ഇവിടുത്തെ 99 9 വെട്ടും. ഇവിടുത്തെ 8 എന്ത് ചെയ്യും, ഇവിടുത്തെ 12 വെട്ടും. 4:3 ഒന്നുകൂടെ ചെയ്യുമ്പോൾ 4:3 കിട്ടും. അപ്പോൾ ഇത്ര എഴുതി ചെയ്യുന്നതും ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് മനസ്സിലാവത്തില്ല. നിങ്ങളൊരു 10 ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം, ബാക്കിയുള്ളവർ 5 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം നിങ്ങൾ ലാഭിക്കും. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് അത് ഡീമോട്ടിവേറ്റ് ആയിട്ട് പറയുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കേൾക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് നെഗറ്റീവ് അടിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്രമാത്രം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ, നമ്മുടെ ചാനലിൽ കിടക്കുന്ന ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള കണ്ടന്റ് ഉണ്ട്. ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങളുടെ എന്താണ് പ്രീവിയസ് ഇയർ പ്രാക്ടീസാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പഠിത്തത്തിനുള്ള, നിങ്ങളുടെ മാത്സിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ മാറും. നിങ്ങൾ കമൻറ്റുകൾ തന്നെ വായിച്ചാൽ മതി. അത് ക്ഷമ വേണം. എൻ്റെ ക്ലാസ്സുകൾ കുറച്ച് സ്പീഡിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ക്ഷമയോടെ പഠിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ, യെസ്. ഒരു 5 ക്ലാസ് 6 ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് വേഗം ചെയ്യാം. എയും ബിയും പാർട്ണർഷിപ്പിൽ വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഉണ്ട്. കുറച്ച് മാസം കഴിഞ്ഞ് എ പൈസ എടുത്തു, മണി ബാക്ക് എടുത്തു. 1 വർഷം കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഈ റേഷ്യോയിൽ കിട്ടി. എ എത്ര മാസം അത് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2/5 3/5 2/3 2/3 3യുടെ വാല്യൂ 12, 2ൻ്റെ വാല്യൂ 8. ഞാൻ എന്ത് ചെയ്യും, ഓപ്ഷൻ സി മാർക്ക് ചെയ്യും. എനിക്ക് എന്ത് വേണ്ട ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് ആരും എവിടെയും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളെ തോപ്പിക്കാൻ ആര് കാണും? നിങ്ങളുടെ ഈ ഒരു സ്പീഡിൻ്റെ കൂടെ പിടിച്ചേക്കാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഈ സ്പീഡ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ബേസിക് മെത്തേഡ് പറയാതെയാണ് ഈ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യത്തുള്ളൂ. നിങ്ങളിത് പറഞ്ഞു തന്നിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം ബേസിക് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ പേനെടുക്കാതെ ചെയ്യാൻ പറ്റില്ല എന്നല്ല. പേനെടുക്കാതെ ചെയ്യാൻ പറ്റും. അതിന് ആ ഒരു സ്പീഡ് നിങ്ങൾ അത് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സിലും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇവിടെ എന്താ ഞാൻ ചെയ്തേ, അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടീസ്, നല്ല പ്രാക്ടീസ് വേണം. ചെറിയ പ്രാക്ടീസ് അല്ല വേണ്ടുന്നത്. നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. അതായത് എല്ലാവരും എന്നെപ്പോലെ ചെയ്യുമെന്നല്ല, എല്ലാവർക്കും എന്നെപ്പോലെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഡീമോട്ടിവേറ്റ് ഒന്നും ആവണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും പറ്റും. ഇങ്ങനെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, എയും ബിയും പാർട്ട്ണർഷിപ്പിൽ വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റിൻ്റെ ബൈ ടൈം. ഇത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 3:5. അപ്പോൾ എ 3 യൂണിറ്റ് ആട്ടെങ്കിൽ മറ്റവൻ എത്രയാണ്, 5 യൂണിറ്റാണ് ഇട്ടത്. കുറച്ച് മാസം കഴിഞ്ഞ് എ കുറച്ച് പൈസ എടുത്തു, പോയി. ഇയർ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്താണ്, 2:3 2/5. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്താണ്, 2/5. അപ്പം എനിക്ക് ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. അതെങ്ങനെ എഴുതുന്നത്, 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ എയുടെ പ്രോഫിറ്റാണ്. എയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3x എഴുതിയാലും മേലും താഴെ വെട്ടിപ്പോ. 3 ഇൻറ്റു എ എത്ര മാസം കിട്ടും, 8 മാസത്തെ ഞാൻ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇനി ബിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 യൂണിറ്റാണ്. ബിയുടെ ടൈം എത്രയാണ്, എത്ര മാസം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 5 അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പം ബി എവിടെയും പോയിട്ടില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം. ഇത് 12 മാസമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടുന്ന് എയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തായി,
2/5 ഈക്വൽ ടു 3/5 മൈൻഡിൽ എന്ത് ചെയ്യണം കാണണം. 2/5 ആണ് ലെഫ്റ്റ് വരുന്നത്, 3/5 5ഉം 5ഉം വെട്ടിപ്പോയി, ഇവിടെ കിടക്കുന്ന 2 അങ്ങ് താഴെ വന്നു. അതാണ് ഈ 5ഉം 5ഉം വെട്ടിപ്പോയി, ഇവിടെ കിടക്കുന്ന 3 അങ്ങ് താഴെ വന്നു. അപ്പോൾ 2/3 എന്ന് വരും. അപ്പോൾ 2ന്റെ വാല്യൂ കറസ്പോണ്ടിങ് എന്നാണ് എയുടെ വാല്യൂ, 3ന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആണ് ഇവിടുത്തെ വാല്യൂ 12. അപ്പോൾ 3 12 ആണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? മൈൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ പേന എടുക്കാതെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താൽ പറ്റും. ഓക്കെ, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞെടുത്തില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ആരും പറഞ്ഞെടുത്തില്ല. ഇതാണ് ഒറിജിനൽ മാത്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം കോമ്പറ്റേറ്റീവ് മാത്സ് പഠിക്കേണ്ടത്. യെസ്, മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? എയുടെ വാല്യൂ ഒന്നും കിട്ടത്തുള്ളൂ, 8 എന്നേ കിട്ടത്തുള്ളൂ. 8 മാസം എന്ത് ചെയ്തു? അത്രയും മാസത്തേക്ക് അവൻ ഇൻവെസ്റ്റ് ചെയ്തു. മറ്റവൻ 12 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവുന്ന എപ്പോഴാണ്? അല്ലെങ്കിൽ ടൈം ഒരുപാട് ബാക്കിയുള്ളവർക്ക് എടുക്കുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്താൽ ഇതെന്താവും? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ഓഫ് കടന്ന് സെറ്റായി പോകുന്നത്. അത് പഠിച്ചാൽ മാത്രം മതി കേട്ടോ, പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് ടൈം എടുത്ത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതൊരു എന്ത് വേണം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ബോധം വേണം. അങ്ങനെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക? സമയം കുറച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പം 3 പേര് പ്രോഫിറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് എ റേഷ്യോ ക്യാപിറ്റൽ? അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? 36, 81, 48, 41, 48 ഓപ്ഷൻ സി. ഇതും എന്ത് ചെയ്യും? ഞാൻ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ബേസിക് പറഞ്ഞുതരാം. ഇവിടെ തന്നിട്ടുള്ളത് റേഷ്യോ ഓഫ് ദ ക്യാപിറ്റൽ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആണ് വേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ ടൈമാണ്. പ്രോഫിറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് കണ്ടോ, ഇതും പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരും നെഗറ്റീവായിട്ട് അത് കാണരുത്. ഓക്കെ, കുറേ പേര് പറയുന്നത് അത് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ, പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നെഗറ്റീവ് ആണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ പഠിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്ക് അത്യാവശ്യമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കുറച്ച സമയത്താണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പ്രയാസം ആവില്ല. അതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത്. നന്നായിട്ട് ഈ ക്ലാസ്സിലെ ചാനലിലെ കാര്യങ്ങളെല്ലാം കണ്ടു പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായിക്കോളും? സെറ്റ് ആയിക്കോളും. ഇത് ഇതേപോലെ പഠിക്കുക, ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ അങ്ങ് പഠിക്കുക. ഒന്നും അറിയാത്തവർ ഇതേപോലെ അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പം പ്രോഫിറ്റിന് റേഷ്യോ വന്നിട്ടുണ്ട് 9:8:11. അപ്പോൾ ഇതൊക്കെ റേഷ്യോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലല്ലോ, പ്രോഫിറ്റിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 9:8:1, 9:8:11. ടൈമിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബൈ 4 മന്ത്, ഇവിടെ ബൈ 6 മന്ത്, ഇവിടെ ബൈ 18 മന്ത്. റേഷ്യോ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ തൊള്ളൻ്റെ LCM കൊണ്ട് ഗുണിക്കണം. ഇതൊക്കെ മൈൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിനെ റേഷ്യോ ആക്കണം. റേഷ്യോയുടെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റേഷ്യോ എന്നൊക്കെ. അപ്പോൾ 4, 6, 18ൻ്റെ LCM എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 36 കൊണ്ട് എല്ലാത്തിനും ഗുണിക്കുമ്പോൾ 4, 36, 9, 9, 9, 81. റേഷ്യോ 8/6 ഇൻറ്റു 36, 6, 36, 6, 8, 6, 48. ഇപ്പോൾ 81, 48 എന്ന് ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ 81 ആണെങ്കിൽ മറ്റേ 48 വന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്ത് അത് ചെയ്യാം. ബാക്കി 27, 16 ഉണ്ടോ? 27, 16 ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത എന്ത് വരും? 2 ഒഴിച്ച് കിട്ടുമ്പോൾ 22, 18, 36 2 വട്ടം. അപ്പോൾ 81 റേഷ്യോ 48 റേഷ്യോ 22 ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഏൺഡ് ബൈ കമ്പനീസ് ടു ബി ഡിവൈഡഡ് അമോങ് 3 ഫ്രണ്ട്സ് ആണ് ഹൂ ഇൻവെസ്റ്റഡ് മണി ഇൻ ദ കമ്പനി. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്നിട്ട് ഷെയർ ഓഫ് ദ പേഴ്സൺ ഹൂ ഇൻവെസ്റ്റഡ് ദ മോസ്റ്റ് ഈസ് ഇത്രയാണ്. വാട്ട് എമൗണ്ട് എ ഗെറ്റ്? അപ്പം ഇൻവെസ്റ്റഡ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? 19 യൂണിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത പയ്യനാണ്. 19ൻ്റെ വാല്യൂ ആണ് 52.44. നമുക്ക് എത്ര വാല്യൂ വേണം? എ കിട്ടുന്നത് 9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ കുറയ്ക്കാൻ പറ്റും നോക്കാം. ആൻസർ എന്ന് പറഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിൾ. 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 12, 16, 18. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് 9, 6 അല്ല, 12, 16, 18. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് 12, 18, 20. 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. എ അല്ലെങ്കിൽ സി ആണ് നമ്മുടെ ആൻസർ. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് വേറെ വഴിയുണ്ടോ? വേറെ വഴിയില്ല, അങ്ങ് വെട്ടിക്കോളാം. വെട്ടുന്നതായിരിക്കും നല്ലേ അല്ലേ? ആ, വെട്ടാം. ഇവിടെ ലാസ്റ്റ് 2 രീതി നോക്കിയതാ. ഓക്കെ, 19 വെച്ചാൽ കേട്ടോ. 19, 2, 38, 14, 144, 19, 7, 133, 19, 7, 133, 114, 19, 6, 9, 6, 54, 4, 5, 63, 5, 68, 84 അവസാനിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് 9ൻ്റെ മൾട്ടിപ്പിൾ 84 അവസാനിക്കും. ബാക്കി നമ്പേഴ്സ് കാണും. അപ്പോൾ കാൽക്കുലേഷൻ മാക്സിമം കുറയ്ക്കുക, സ്പീഡിൽ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ എവിടെ വരും എന്നൊക്കെയുള്ള കാര്യം നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ആ ക്ലാസ് ഇതിൻ്റെ ഈ ഒരു ക്രാഷ് കോഴ്സ് തുടക്കം മുതൽ കണ്ടാൽ മതി. ഞാനിത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ABC ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ട് 3200 പ്രോഫിറ്റ് ഇടുന്നുണ്ട്. വാട്ട് ഈസ് എ ടോട്ടൽ പ്രോഫിറ്റ്? 7, 8, 12, 8ൻ്റെ വാല്യൂ 32, 15, 12, 27ൻ്റെ വാല്യൂ 27 × 4 108. ഞാൻ എന്ത് ചെയ്തു? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പെൻ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? എല്ലാത്തിൽ നിന്നും ഒരു 0, 0 വെട്ടിക്കളയുക. ചുമ്മാ എഴുതി വെട്ടിക്കളഞ്ഞതിനൊക്കെ നല്ലത് ഇവിടുന്ന് വെട്ടിക്കളയുക. 7 റേഷ്യോ 8 റേഷ്യോ 12 ആണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. അപ്പോൾ ആഫ്റ്റർ എ ഇയർ, അതായത് എല്ലാവർക്കും എന്താണ്? ടൈം സെയിം ആണ്. അപ്പോൾ ഇവിടെയും ടൈം 12 മാസം, ഇവിടെയും ടൈം 12 മാസം, ഇവിടെയും 12 മാസം. അതെല്ലാം വെട്ടിക്കളയുക.
അപ്പം സി ജി എല്ലിന് വേണ്ടിയും പാർട്ട്ണർഷിപ്പിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് റാങ്ക് മേക്കിംഗ് സീരീസിൽ, അതെല്ലാം എടുത്ത് കാണുക. ഓക്കെ, ബിയുടെ പ്രോഫിറ്റ്, ബിയുടെ 8ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 3200. നമുക്ക് വാട്ട് ഇസ് എ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 15 ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്നായിരിക്കും പ്രോഫിറ്റിൻ്റെ റേഷ്യോ എപ്പോൾ ടൈം സെയിം ആകുമ്പോൾ. 8 7 15 12 27. 8ന്റെ വാല്യൂ 8 × 4 ആണ്, 27ന്റെ വാല്യൂ 27 × 4 108 എന്ന് കിട്ടും. 108 2 0. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ കിട്ടും. എ ബി സി 12 മാസം ഇത്രയും, ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം. ഇത്രയും രൂപ ഇത്രയും രൂപ ഇത്രയും രൂപ, ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണ്, പ്രോഫിറ്റ് സി. ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഡയറക്റ്റ് അങ്ങ് എഴുതാം. ഇതിനകത്ത് എന്തുണ്ട്, 4 0, ഇതിനകത്ത് 4 0, ഇതിനകത്ത് 4 0. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ 1:3:5 ആണ്. ഫസ്റ്റ് ആൾ 12 ഇട്ടു, അപ്പം 1 ഇവിടെ ഇവരുടെ റേഷ്യോ എടുക്കാം, നമുക്ക് റേഷ്യോ എടുത്തിട്ട് എഴുതിയാൽ മതി. 12 9 6, 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. അപ്പോൾ ഇവിടെ 4, 1 × 4 റേഷ്യോ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ആണ്, കോമൺ ആയിട്ടുള്ള എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ 3 4 0 കളഞ്ഞു, 3 × 3 9 റേഷ്യോ. കാര്യം ബാക്കിയല്ല, നിങ്ങൾ എഴുതിയാൽ മതി. 12 × 1000, 3 × 3000, 2 × 5000 എല്ലാം കഴിഞ്ഞ് വെട്ടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്. 2 × 5 10 എന്ന് കിട്ടും. ഇതാണ് അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ടോട്ടൽ 4 9 13 10 23ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 69.0. അതെന്തോ ആയിക്കോട്ടെ, 21 വാല്യൂ 69 ആണെങ്കിൽ എത്ര കൊണ്ട് മേടിച്ചേക്കുന്നത്, 3 കൊണ്ട് മേടിച്ചേക്കുന്നത്. പിന്നെ 3 0 ഇട്ടുണ്ട്, 3000 കൊണ്ട് മേടിച്ചേക്കുന്നത്. സിയുടെ എത്രയാണ്, 10 കഴിഞ്ഞിട്ട് 10നെ 3 കൊണ്ട് മേടിച്ചിട്ട് കുറച്ച് 0. അപ്പോൾ 10 കഴിഞ്ഞിട്ട് 3 0 എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് 3 30, 30 കഴിഞ്ഞിട്ട് കുറച്ച് 0. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 10 ക്വസ്റ്റ്യനോ 12 ക്വസ്റ്റ്യനോ ചെയ്തുള്ളൂ. അത് സ്പീഡിൽ കുറച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, എ ബി സി സബ്സ്ക്രൈബ് ഇത്രയാണ്. എ ബി സി സബ്സ്ക്രൈബ് ബിസിനസ് ഇത്രയും രൂപയാണ് ഇത്. ബി സബ്സ്ക്രൈബ്സ് ₹6,000 മോർ ദാൻ സി, ആൻഡ് സി സബ്സ്ക്രൈബ്സ് റുപ്പീസ് ഇത്രയും മോർ ദാൻ ബി. വാട്ട് വിൽ ബി ദി എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് എ ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയും. അപ്പോൾ എത്ര രൂപ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ടോട്ടൽ ഇത്രയാണുള്ളത്, ബി ഇത്രയും കൂടുതൽ. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി 50,000 ആണ്. ബി എന്ത് ചെയ്യുന്നുണ്ട്, സിയേക്കാളും ഇത്രയും കൂടുതൽ, എ ബിയേക്കാളും ഇത്രയും കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എല്ലാത്തിനും ബിയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ എക്ക് വരെ എന്ത് പറയാം, എ സബ്സ്ക്രൈബ്സ് ഇത്രയും മോർ ദാൻ ബി. അപ്പം എക്ക് വരെ നമുക്ക് ബി പ്ലസ് 2K എന്ന് പറയാം. 2K എന്ന് പറഞ്ഞാൽ 2000. ബിക്ക് വരും ബി തന്നെ കൊടുക്കാം. സി ബി സബ്സ്ക്രൈബ് റുപ്പീസ് ഇത്രയും മോർ ദാൻ സി. ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സി എന്ന് പറഞ്ഞാൽ ബിയേക്കാളും 6000 കുറവാണ്, 6K കുറവാണ്. അപ്പോൾ 3B ഇവിടെ +2K - 6K -4K, 4000ത്തിൻ്റെ വാല്യൂ ആണ് 50,000, 50K. ഇപ്പോൾ 3B എന്ന് പറഞ്ഞാൽ 54K ആണ്. ബി എന്ന് പറഞ്ഞാൽ 54/3 18,000. ബി 18,000 ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ 20,000, 20K 20 38ആയി, ബാക്കി 12. സി എന്ന് പറഞ്ഞാൽ 6000 കുറവ്, 6000 കുറവാണ് ആരെക്കാളും ബിയേക്കാളും, 12K. വാട്ട് ഈസ് ദ ടോട്ടൽ ഷെയർ. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കിട്ടി, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ത് കിട്ടും, A/B/C 18K 20K റേഷ്യോ, 18K റേഷ്യോ, 12K. K എല്ലായിടത്തും പോയി. 20 എന്ന് പറഞ്ഞാൽ 2 വെച്ചിട്ട് 10, 18ന് 9, 12ന് 6. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. വാട്ട് ഈസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് എ ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയും. ഇപ്പോൾ എയുടെ ഷെയർ എത്രയാണ്, ടോട്ടൽ ടൈം സെയിം ആണ്. 9 6 15 10 25 യൂണിറ്റ് വാല്യൂ വന്നിട്ടുള്ളത് എത്ര, 1 കഴിഞ്ഞിട്ട് കുറേ 0. അതായത് 4 കൊണ്ടാണ് വിളിച്ചേക്കുന്നത്. 4 കൊണ്ട് വിളിച്ചാൽ 24 100. അപ്പോൾ എല്ലാത്തിനും പേയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 10 × 4 എന്ന് പറയുമ്പോൾ 4000. നിങ്ങൾ 0 ഒന്നും നോക്കണ്ട, 4 0 എന്തോ ആയിക്കോട്ടെ. ടോട്ടൽ 25ന്റെ വാല്യൂ 100 എന്ന് പറഞ്ഞാൽ 25നെ 4 കൊണ്ട് വിളിച്ചിട്ട് കുറച്ച് 0 ഇട്ടേക്കുക. അപ്പോൾ 10നെയും 4 കൊണ്ട് വിളിച്ചിട്ട് കുറച്ച് 0കളായിരിക്കും വരുന്നത്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 4000 എന്ന് ആൻസർ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും സിയും ബിസിനസ് തുടങ്ങി. എയുടെ ക്യാപിറ്റൽ 5 times ക്യാപിറ്റൽ ഓഫ് സി, ബിസ് ക്യാപിറ്റൽ 2 times ക്യാപിറ്റൽ ഓഫ് എ. പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഷെയർ വേണം. അപ്പോൾ എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. എസ് ക്യാപിറ്റൽ 5 times ഓഫ് ക്യാപിറ്റൽ ഓഫ് സി. ക്യാപിറ്റൽ സിയുടെ 1 ആണെങ്കിൽ എയുടെ എന്താണ് 5 times ആണ്. ബിയുടെ ക്യാപിറ്റൽ 2 times ക്യാപിറ്റൽ ഓഫ് എ. ഇതിൻ്റെ ഇരട്ടിയാണ്, അതായത് എന്താണ് 10 ആണ്, 5ന്റെ ഇരട്ടി. ഇതാണ് ഇവരുടെ റേഷ്യോ. പ്രോഫിറ്റ് ഇത്രയാണ്, 15 1 16. 16ന്റെ വാല്യൂ ആണ് 5600. ഷെയർ ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1ന്റെ വാല്യൂ. ഇപ്പോൾ 4 വെച്ച് ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ 14 14 4ആണ്. ഇവിടെ 4 വെച്ച് കിട്ടുമ്പോൾ 100ആണ്, 25. 14 × 25 എന്ന് പറയുമ്പോൾ 14ന്റെ പകുതിയുടെ പകുതി, 7ന്റെ പകുതി 3.5. ഓപ്ഷൻ സി. ഇപ്പോൾ ഒരു സാധനത്ത് 25 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി, അപ്പുറത്തുള്ള 100/4 എന്ന് എഴുതുക. അപ്പുറത്തുള്ള സാധനത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 0 ഇടുക. അപ്പോൾ ഇതൊക്കെ ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് മാത്സ്. ഒരു സാധനത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ പകുതിയുടെ പകുതി എടുത്താൽ മതി. 14ന്റെ പകുതി 7, 7ന്റെ പകുതി 3.5. നമുക്ക് ഓപ്ഷൻ സി എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കോണേ, അത് ഓപ്ഷൻ നോക്കിക്കോണേ. ഓക്കെ അത് നോക്കിക്കോണം. 7 പിന്നെ 0 3.5 ഇടയ്ക്ക് 2 0 കൊടുക്കണ്ട കേട്ടോ. ശ്രദ്ധിച്ചോണേ, സില്ലി മിസ്റ്റേക്ക് വരുത്തല്ലേ. ശ്രദ്ധിച്ചോണം. ഓക്കെ, 350 ആണ്. 2 എണ്ണം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. സില്ലി മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. സില്ലി മിസ്റ്റേക്ക് വരുത്തരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നവർ സില്ലി മിസ്റ്റേക്ക് നോക്കിക്കോണം. 14ന്റെ പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ 3.5 3.5 × 100 ചെയ്യേണ്ട. 25നെ 100/4 എഴുതണം. ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പം 35 പിന്നെ ഒരു 0. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും പാർട്ണർഷിപ്പ് ഇത്രയും രൂപ. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ റേഷ്യോ അങ്ങ് എഴുതണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് 3-0 പോയി 3 വെച്ചിട്ടുമ്പോൾ 15-13. ഇതാണ് ഇവരുടെ റേഷ്യോ. ഇത് കാണുമ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതിനാണ് ക്ലാസ്സുകൾ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ എഴുതിയിരിക്കണം. അവരുടെ റേഷ്യോ, ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് അതിന് വേണ്ടിയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എയുടെ ഷെയർ ഇത്രയാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഷം, ഇവിടെ ഒരു വർഷം. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റിന്റെ റേഷ്യോ. അപ്പോൾ എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 30,000. അപ്പോൾ 15നെ 2 കൊണ്ട് വിളിച്ചിട്ട് കുറച്ച് 0 ഇട്ട് വെക്കാം. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15, 13, 28. 28നെ 2 കൊണ്ട് വിളിച്ചിട്ട് കുറച്ച് 0 ആയിരിക്കും. 28, 2, 56. 56 കഴിഞ്ഞിട്ട് കുറച്ച് 0. ഓപ്ഷൻ ബി. കഴിഞ്ഞു. ഇത്രയാണ് ചെയ്യുന്നത്. ഈ 15 യൂണിറ്റിന്റെ കറസ്പോണ്ടിങ് ചെയ്ത ഒറിജിനൽ വാല്യൂ ആണ് 30. 3 കഴിഞ്ഞിട്ട് കുറേ 0. 15, 2, 30 ആണ്. അത് കഴിഞ്ഞിട്ട് കുറേ 0. നമുക്ക് എന്താ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15 യൂണിറ്റ് 13 യൂണിറ്റ് 28 യൂണിറ്റ് ആണ്. 28നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കുറച്ച് പൂജ്യങ്ങളായിരിക്കും. നമ്മൾ ആ എത്ര 0 എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഓപ്ഷനകത്ത് എന്താണ്? എല്ലാ നോൺ സീറോ ഡിജിറ്റ് എന്താണ്? ഡിഫറൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും പാർട്ണർഷിപ്പ് ഇത്രയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണോ? സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 56. യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, 20ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്. ശാന്തി റാണിയും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ 3-0, 3-0, 15, 85. 5 വെച്ച് കിട്ടുമ്പോൾ ഇത് 3, 5 വെച്ച് കിട്ടുമ്പോൾ ഇത് എത്രയാണ്? 17. 17:3 ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇനി വാട്ട് റേഷ്യോ ഷുഡ് ദ പ്രോഫിറ്റ് ബി ഡിവൈഡ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 2 years? എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. രണ്ടിടത്തും 2 ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. നമ്മൾ സെയിം ടൈം ആണെങ്കിൽ എഴുതണ്ട. സെയിം ടൈം ആണെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. 17:3 ആണ് എന്തെന്ന് പറയുന്നത് അവരുടെ ആ ഒരു പ്രോഫിറ്റിന്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏജസ് ആൻഡ് പാർട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ സ്പീഡ് മതിയെങ്കിൽ പറയണേ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചു ഈ സ്പീഡ് മതിയെങ്കിൽ നിങ്ങൾ പറയണമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാം. എല്ലാവരും കമൻറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞു സ്പീഡ് ചെയ്യാം, സെറ്റാണ്, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതാണ്? സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് പറയാം. അത് മെജോറിറ്റി എങ്ങനെയാണുള്ളത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ ആ ഒരു സ്പീഡ് കുറച്ചൊന്ന് കണ്ടു നോക്കുക. ഇവർക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സൊല്യൂഷനൊക്കെ കണ്ടോ? ഈ ഒരു സൊല്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് ആരും എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾ വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. മാത്സിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ലാതെ പഠിക്കാൻ ഇഷ്ടമല്ലാതിരിക്കുന്നവർ വരെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ടോപ്പിക്ക് പഠിച്ചു? 5-6 ടോപ്പിക്ക് നമ്മൾ ചെയ്തു. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അത് കാണാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കാണാം. എന്തായാലും എങ്ങനെയായാലും നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ സെറ്റാക്കുക. ആ ഒരു മെത്തേഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക കേട്ടോ. ഓക്കെ, പിന്നെ ക്ലാസ് നോട്ടുകളെല്ലാം ടെലിഗ്രാം ചാനലിലുണ്ട്. ഓക്കെ, അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ.